Last day, I have given you a glimpse of the alphabets and words and sentences. Today onwards, I want to teach you words. Words, or we can say parts of speech. That is the title. Parts of speech are 8 type of words. Number 1, noun, pronoun, adjective, preposition, verb, adverb, conjunction, then interjection. The first 4 is from same family. ആദ്യത്തെ 4 ആദ്യത്തെ ഈ 4 ഒരു ഫാമിലിക്കാരാണെന്ന് പറയാം. അതുകൊണ്ട് അവയെ നമ്മൾ ആ ഒരു ഓർഡറിൽ പറഞ്ഞാൽ നമുക്ക് മറക്കില്ല. നൗൺ, അതിനെ തുടർന്ന് നമുക്ക് പ്രോനൗൺ പറയാം. Then adjective, then preposition. Yes, noun. What is meant by noun? Noun is defined as a name of place, a name of thing, and a name of person. Name of a person. For example, Ram. Ram, that is noun. Rahim, Gita, Sita, all these name of person that are called noun. Name of a place, we can say number of place name. Yes, here Athai, Angandiur, Thrissur, Kerala, India, Russia, America, China, etc. All these are called name, that noun, and it is name of place. Name of place. Then name of thing or animal. Name of thing or animal. That we can say bird, pen, pencil, duster, mobile phone, chair. All these are name of thing. Name of animal also. Cow, other birds, animals and birds. Cow, goat, crow, hen. All these are noun. All these are noun. But noun എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരിനെ സൂചിപ്പിക്കുന്നു, ഒരു സ്ഥലത്തിന്റെ പേരിനെ സൂചിപ്പിക്കുന്നു, ഒരു സാധനത്തിന്റെ പേരിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെയോ ഒരു പക്ഷിയുടെയോ പേരിനെ സൂചിപ്പിക്കുന്നു. അതിനൊക്കെ തന്നെയും നമുക്ക് നൗൺ എന്ന് നമുക്ക് പറയാവുന്നതാണ്. നൗണിനെ കുറിച്ച് ഒരുപാട് നമുക്ക് ഏതെങ്കിലും ക്ലാസ്സുകളിലൊക്കെ കേൾക്കാം. ഇതിന്റെ ഒരു ചെറിയ ഒരു രൂപമാണ് ഇന്ന് അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സുകളിൽ, ഈ തുടക്ക ക്ലാസ്സുകളിൽ തരാൻ സാധിക്കൂ. അതായത് അടുത്തത് പ്രോനൗണാണ്. ഇപ്പൊ നൗൺ അത് നമ്മൾ പരിചയപ്പെട്ടു. വാട്ട് ഈസ് നൗൺ? നൗൺ ഈസ് എ വേർഡ് ഡിഫൈൻഡ് ആസ് നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എ തിങ് ഓർ അനിമൽ. That is noun. Pronoun. Yes. A word which is used instead of noun is called pronoun. A word which is used instead of noun is called
പ്രോനൗൺ. പ്രോനൗൺ പ്രോനൗൺ എന്നതിന്റെ അർത്ഥം പകരനാമം അല്ലെങ്കിൽ സർവനാമം. പകരം. We can substitute noun in the place using pronoun. Using pronoun. Ram is a tall man. Ram is a tall man. He is very healthy. Yes. The name Ram that changed into he. We used the word he instead of Ram. Ram എന്ന ആ വാക്കിന് പകരം നമ്മളിവിടെ ഹി എന്നാണ് ഉപയോഗിച്ചത്. ഹി എന്നാണ് ഉപയോഗിച്ചത്. ഇപ്പോ ഗീത ഈസ് എ സ്റ്റുഡന്റ്. ഗീത ഈസ് എ സ്റ്റുഡന്റ്. ഷീ ഈസ് വെരി ഇന്റലിജന്റ്. ഇപ്പോ ഗീത എന്ന വാക്കിന് പകരം ഷീ എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. അങ്ങനെ നാമത്തിന് നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നു. പ്രോനൗൺസ് ആർ 7 in numbers. Pronouns are 7 in numbers. They are I, we, you, he, she, it, they. Pronouns are 7 in numbers. I, we, you, he, she, it, they. These are pronouns. Pronouns are 7 in numbers. On the basis of number, these pronouns we can divide it into two types. We can divide this pronoun into two on the basis of number. Number means singular, that is one. Plural, that is more than one. Yes, we can I, that is singular. Singular, plural. Yes, I is singular and its plural is we. I is singular, it is one. I എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അത് ഒന്നേ ഉള്ളൂ. അതിന്റെ പ്ലൂറൽ ആണ് വി, അതായത് നമ്മൾ, ഞാനും ഞങ്ങളും. ഞാനും ഞങ്ങളും. ഞാൻ സിംഗുലർ, വി. ഐ സിംഗുലർ, വി. ഞങ്ങൾ എന്നുള്ളത് പ്ലൂറലായിട്ട് ഉപയോഗിക്കും. അടുത്തത് ഇപ്പൊ ഈ രണ്ടും അടുത്ത് യു. യു യു ഈസ് സിംഗുലർ. യു ഈസ് സിംഗുലർ and its plural is also you. Yes, for example, you are a good girl. All of you are good girls. Likewise, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. യു ഒരു നീ, നിങ്ങൾ എന്നുള്ള രീതിയിൽ. നീ എന്ന അർത്ഥത്തിൽ, താങ്കൾ എന്ന അർത്ഥത്തിൽ യു പ്രയോഗിക്കുന്നു. നിങ്ങൾ എന്ന അർത്ഥത്തിൽ, എല്ലാവരെയും സൂചിപ്പിക്കുന്ന പ്ലൂറൽ അർത്ഥത്തിൽ യു ഉപയോഗിക്കുന്നു. യെസ്, ദെൻ ഹി. ഹി ഈസ് സിംഗുലർ. ഹി അവൻ എന്ന, അവൻ അദ്ദേഹം എന്ന അർത്ഥത്തിൽ. ഷീ ആൾസോ സിംഗുലർ. ഷീ അവൾ, അദ്ദേഹം എന്ന അർത്ഥത്തിലാണ്. ഇറ്റ്. ഇറ്റ് അവ, അത് എന്ന അർത്ഥത്തിൽ, അതും സിംഗുലറാണ്. ഈ മൂന്നെണ്ണത്തിന്റെയും ഹി, ഷീ, ഇറ്റ്
അതിന്റെ പ്ലൂരലായി ഉപയോഗിക്കുന്നത് they ആയിരിക്കും. they our എന്നുള്ള അർത്ഥത്തിൽ they നമ്മൾ സൂചിപ്പിക്കുന്നു. Likewise, on the basis of number, this pronoun can be divided into singular, plural. Singular are I, you, he, she, it, and others, plural are others, we, you, them. All these are plural. Others singular. We can divide likewise. Again, this pronoun we can divide it into three. That is on the basis of person. There is three type of person. All these pronoun we can grouped in three types of person. That is first person, second person, third person. First person, second person, third person. Yes, here, yes, on the basis of person, we can classify these pronoun, 7 pronoun into 3 person. These are first person. That is, I and we are first person. These are second person. You, only you. That in singular term and also plural term. Then others, that are third person. Third persons are he, she, it, and them. Yes. Once more. First person, that are I, we. Second person, that is you. Third person, that are he, she, it, and them. These are the three types of persons. First person, second person, and third person. And here, next one more classification is there. One more classification is there. Let us stop. Remember once more, pronoun can be divided into 3 on the basis of person. That is, first person, second person, third person. First person are I and we. Second person, that is you. Third persons are he, she, it, and them. Let us going to conclude this class. Next day onwards, we can continue the other or different forms of pronoun. From that class, we can continue different forms of pronoun.